നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, ചീഫ് ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ, ട്രിവാൻഡ്രം. മുഖകാന്തിയെ പറ്റി ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുടിയുടെ കാന്തി, അല്ലേ? നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഡിഫൈൻസ് ഹൗ വി ലുക്ക്. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ വോളിയം, അതിൻ്റെ എന്താ പറയുക ലൂബ്രിക്കേഷൻ, അതിൻ്റെ ഫുൾ ഒരു അപ്പീല് തന്നെ നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റീനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ഹെയറിനെ ഗ്രോ ചെയ്യാൻ മാത്രമല്ല, ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും പുതിയ ഹെയർ ഫോളിക്കിൾസ് റീജനറേറ്റ് ചെയ്യാനുമുള്ള കുറച്ച് ടിപ്സ്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരും വളരെ ഫാഷനബിളാണ്, വെരി ഫാഷൻ കോൺഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വി എൻഡ് അപ്പ് ഡൂയിങ് എ ലോട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഹാർഷ് കെമിക്കൽസ്, അതുപോലെ ഹീറ്റ് ആപ്ലിക്കേഷൻ, ഒരുപാട് ചൂട്, അയണിങ്, അതുപോലെ കെമിക്കൽ ബോണ്ടിങ്, ഇങ്ങനത്തെ ഒരുപാട് ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ഹെയറിന് ചെയ്താൽ നമ്മുടെ മുടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് നമ്മുടെ ഹെയറിൻ്റെ ഷാഫ്റ്റിൻ്റെ കണ്ടൻറ്റ്. പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കുന്നതോറും പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുട്ട പുഴുങ്ങുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, വാട്ടറി ആയിരിക്കുന്ന മുട്ട പുഴുങ്ങി വരുമ്പോഴത്തേക്ക് അത് ഹാർഡായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ അയൺ ചെയ്യുന്ന, ചൂട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റൻ ആവുമെങ്കിലും പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ തന്നെ ഡാമേജ് ചെയ്യും. എനിക്ക് ഒരുപാട് പേരെ പേഴ്സണലി അറിയാം, ലോങ് ടേം ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്തവർ, അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്തവർ, കെമിക്കൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തവർ, ഇപ്പം മുടി പൊട്ടിപ്പോയി അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയി, ഒരുപാട് ഹെയർ ലോയ്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് പേരെ അറിയാം. സോ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് ബ്യൂട്ടി എൻതൂസിയാസ് മെ നോട്ട് ബി ഹാപ്പി വിത്ത് ദിസ്. പക്ഷേ നമ്മൾ ഒരിക്കലും, നമ്മുടെ ഹെയർ ഇസ് ആസ് നാച്ചുറൽ പാർട്ട് ഓഫ് എ ബോഡി, നമ്മുടെ ഒരു ശരീരത്തിലൊരു ഭാഗം തന്നെയാണ് നമ്മുടെ മുടി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കഴിവതും അതിൽ ഒരുപാട് കെമിക്കൽസോ അല്ലെങ്കിൽ ചൂട് ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. യൂസ് നാച്ചുറൽ സബ്സ്റ്റൻസ്. നമുക്ക് ഒരുപാട് നാച്ചുറൽ കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അത് നമുക്ക് സേഫായിട്ട്, നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ സ്റ്റാർട്ടിങ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഡയറ്റ്. നമുക്ക് ഫുഡിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്? നമുക്ക് മുടി നല്ലതായിട്ട് തഴച്ച് വളരാനും പൊട്ടിപ്പോവാതിരിക്കാനും നമ്മുടെ റൂട്ടോടുകൂടി തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരാനായിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാം? സോ സ്റ്റാർട്ടിങ് നമ്മുടെ എന്താണ്, ഒരു മിറക്കിൾ മാതിരി തന്നെയാണ് നമ്മുടെ മുട്ട, അല്ലേ? ബിക്കോസ് എഗ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് വൈറ്റൽ ന്യൂട്രിയൻസ്. ഇപ്പോൾ മുട്ടയുടെ ഗുണം എന്താ വെച്ചാൽ അതിലെല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് ആണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ വരണം. മുട്ടയിൽ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുട്ട കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരുപക്ഷെ ഓൾമോസ്റ്റ് ഓൾ ദി അമിനോ ആസിഡ്സ് നമുക്ക് മുട്ടയിൽ നിന്ന് തന്നെ ലഭിക്കും. മുട്ടയിൽ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടി വളരാനുള്ള, മുടിയിലെ ഷാഫ്റ്റ്, അതിൽ കെരാറ്റിൻ, നല്ല തിക്കായിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത് ബയോട്ടിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ബയോട്ടിൻ ഇസ് ഗുഡ് ഫോർ ഹെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നാച്ചുറലായിട്ട് നമുക്ക് ബയോട്ടിൻ ലഭിക്കുന്നത് മുട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ കുറച്ച് വലിയ ഡാമേജ് ഇല്ലാത്തവർക്കൊക്കെ മുട്ട കഴിച്ചാൽ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കുറേ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഷാഫ്റ്റിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം കെരാറ്റിൻ പ്രൊഡക്ഷൻ, പ്രോട്ടീൻ സിന്തസിസിന് ബയോട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ധാരാളം ഒമേഗ 3 അടങ്ങിയ ഫാറ്റി ഫിഷ്. അതിൽ ഏതാണ് നമ്പർ 1? ഡെഫിനറ്റ്ലി സാമൺ ആണ്. പക്ഷേ സാമണിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി അവൈലബിൾ അല്ല. അത് പസഫിക് ഓഷ്യനിലാണ് ഉള്ളത്. മാത്രമല്ല അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ യൂസ് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളത് അയിലയും മത്തിയാണ്. സോ ഡെഫിനറ്റ്ലി ധാരാളം അത് ഉപയോഗിക്കണം. നൗ എഗെയിൻ കുക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറയും. കാരണം അത് ഒരു ഓക്സിഡേഷൻ പ്രോസസ്സിലേക്ക് പോകും. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ കറി വെച്ച് കഴിക്കുക. ഞാൻ പലപ്പോഴും പറയുന്നൊരു പ്രിപ്പറേഷൻ, വാഴയിലയിൽ പൊതിഞ്ഞ് അതൊന്ന് സ്റ്റീം ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ ടേസ്റ്റ് ഓഫ് ഓയിൽ ആസ് വെൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം. മത്തിയും അയിലയും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെയർ ഗ്രോത്ത്. അപ്പോൾ അതിനകത്ത് ഒമേഗ 3 ഉള്ളതുകൊണ്ട്
നമ്മുടെ സ്കാൽപ്പിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമുക്കൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഹെയർ ഫോളിക്കിളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് മുടി കൊഴിഞ്ഞു പോകും, അല്ലേ, റൂട്ടോടെ ഇളകിപ്പോവും. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ omega-3 ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാക്സ് സീഡ്സ് ധാരാളം യൂസ് ചെയ്യാം. ബിക്കോസ് ഫ്ലാക്സ് സീഡ്സിനകത്തും ധാരാളം ഒമേഗ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫ്ലാക്സ് സീഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ചെയ്ത് വെച്ച് നമുക്കത് ഫുഡിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ആൻഡ് തേർഡ് തിങ്, നമ്മൾ വളരെ എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ്, പക്ഷേ അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുന്നൊരു കാര്യമാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പം ധാരാളം നട്ട്സും സീഡ്സും ഡയറ്റിൽ വേണം. പക്ഷേ ധാരാളം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആണ് നോക്കുന്നെങ്കിൽ നമ്മളൊരു അതിൻ്റെ ആവശ്യമുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ കൺസ്യൂം ചെയ്യാം. നട്ട്സിൽ ഏറ്റവും നല്ലത് വാൾനട്ടാണ്. കാരണം വാൾനട്ട് ഇസ് വെരി റിച്ച് ഇൻ omega-3. മാത്രമല്ല സിങ്കും ധാരാളം അടങ്ങിയിരിക്കുന്നത് ഈ നട്ട്സിനകത്തുണ്ട്. അപ്പം സിങ്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ റീജനറേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പോരാത്തതിന് പൊതുവെ ഒരു ഹെയറിന് നറിഷ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം ധാരാളം നട്ട്സ് നമ്മൾ യൂസ് ചെയ്യണം. നട്ട്സിൽ വേറൊരു കാര്യം അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ കൂടുതലും ഉള്ളത് ആമണ്ട്സിലാണ്, ബദാമിൽ. അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു കെമിക്കൽ ഡാമേജ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായിട്ട് ഒരു സ്കാവെഞ്ചിങ് ആക്ഷൻ വൈറ്റമിൻ ഇക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചീര. അതിൽ പ്രത്യേകിച്ചും പാലക് ചീരയാണ്, സ്പിനച്ച്. അതിനകത്തെ വെരി ബിക്കോസ് ഓഫ് ദ ഡാർക്ക് കളർ, അതിനകത്ത് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി ഇത് രണ്ടും ധാരാളമുണ്ട്. വൈറ്റമിൻ എയുടെ പ്രത്യേകത എന്താണ്? വൈറ്റമിൻ എ അഗെയിൻ ഇസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ അതും നമ്മൾ ഈ ഓക്സിഡേറ്റീവ് ഡാമേജിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ഇപ്പോൾ ചൂടടിക്കരുതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് സ്കാൽപ്പിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ ആ ഒരു ഏരിയയിൽ നടക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സിയുടെ പ്രത്യേകം വെച്ചാൽ അത് കുറച്ചുകൂടെ വൂണ്ട് ഹീൽ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. പ്ലസ് ഈ പാലക് ചീരയിലൊക്കെ വളരെയധികം അയൺ കണ്ടൻ്റ് ഉണ്ട്. നമ്മുടെ കൂടുതലും അയൺ ഉള്ളത് കൊണ്ട് തന്നെ അയൺ എപ്പോഴും നമ്മുടെ അയൺ കൂടുന്തോറും നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്, നമ്മുടെ ബ്ലഡ് സെൽസിന് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ കൂടുതൽ ഓക്സിജനേഷൻ, കൂടുതൽ ന്യൂട്രീഷൻ, കൂടുതൽ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കാനായിട്ട് സഹായിക്കും. അപ്പം തീർച്ചയായിട്ടും പാലക്ക് എല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം, വെറുതെ നമ്മൾ ബ്ലാൻഡ് ചെയ്തിട്ട് നമ്മുടെ സാലഡ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ കറികൾക്കകത്തോ നമുക്ക് ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻസിനകത്ത് നമുക്ക് പരിപ്പിനകത്ത് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സ്പിനച്ച്, ആൻഡ് ഇറ്റ് റിയലി ടേസ്റ്റ് ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ധാരാളം ഡയറ്റിൽ ആഡ് ചെയ്യുക. ഇനി വേറൊരു കാറ്റഗറി നമ്മൾ ഫുഡ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടാറ്റോ. മധുരക്കിഴങ്ങിലും ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ എ ലോട്ട് ഓഫ് ന്യൂട്രിയൻസ്. നമ്മുടെ സീബം പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് സെക്രീഷൻസ് ഉണ്ട്. അതിൽ മെയിൻ സെക്രീഷനാണ് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സീബം നാച്ചുറലായിട്ട് നമ്മുടെ സ്കാൽപ്പിനെയും നമ്മുടെ ഹെയറിനെയും ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്മൂത്ത് ആൻഡ് ഷൈനി ഹെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ സീബത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ സീബം സെക്രീഷനും നോർമലായിട്ട് നടക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും വളരെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഹെയർ ഉണ്ട്, ഫ്രിസി ഹെയർ ഉണ്ട്, ഒട്ടും ഒതുങ്ങുന്നില്ല, വളരെ അൺഹെൽത്തി ആണെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സീബം സെക്രീഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഡെഫിനറ്റായിട്ടും സ്വീറ്റ് പൊട്ടാറ്റോ ഡയറ്റിൽ ധാരാളം ആഡ് ചെയ്യണം. സ്വീറ്റ് പൊട്ടാറ്റോ ഒരുപാട് എനർജി ഡെൻസാണ്, നമുക്ക് ഫില്ലിങ്ങുമാണ് ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പം പാലക്കും സ്വീറ്റ് പൊട്ടാറ്റോയും കൂടെ യു ക്യാൻ ആക്ച്വലി മേക്ക് എ നൈസ് കറി. അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്, ഡിലീഷ്യസ് ആണ്, ന്യൂട്രീഷ്യസുമാണ്. സോ ഓൾ ദീസ് ടിപ്സ്, കെമിക്കൽസ് ധാരാളം സ്കാൽപ്പിൽ യൂസ് ചെയ്യാതെ നമ്മുടെ ഹെയറിന് നാച്ചുറലായിട്ട് അകത്തുനിന്ന് തന്നെ, നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ഷൈനി ആയിട്ടുള്ള ഹെയർ വരാനായിട്ട് വി ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഓൾ ദീസ് തിങ്സ് ഇൻ അവർ ഡയറ്റ്. ഓൾ റൈറ്റ്, താങ്ക് യു.